സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു വാർത്തയായിട്ട് മാറിയിരിക്കുന്ന കേരളത്തെ സങ്കടത്തിലാഴ്ത്തിയ ഒരു ന്യൂസാണ്. 3 വയസ്സായുള്ളൊരു കുഞ്ഞിനെ സ്വന്തം അമ്മ വലിച്ചെറിഞ്ഞു കൊന്നു. ഇതിനു മുൻപും ഇതേപോലുള്ള ക്രൂരതകൾ നടന്നിട്ടുണ്ട്. ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഈ ഒരു നിയമം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ നിയമത്തിൽ ഒരുപാട് ലൂപ്പ് ഹോളുണ്ട്. ആ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചാണ് സാധാരണ പ്രതികൾ രക്ഷപ്പെടുന്നത്. ഒരു ചെറിയ തെളിവ് കൊണ്ടൊന്നും ചിലപ്പോൾ കോടതിയിൽ ചെന്നാൽ കോടതിക്ക് അത് സ്വീകാര്യമാകണമെന്നില്ല. അപ്പോൾ ഇതിന് തെളിവുകൾക്ക് ബലം ഉണ്ടാകുന്നതിന് പ്രോസിക്യൂഷനാണ് ശരിക്കും. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നുള്ള വക്കീൽമാരും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുള്ള ഉദ്യോഗസ്ഥർ, അതായത് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെയാണ് ഇതിന് ശരിയായ നടപടികളെല്ലാം ചെയ്യണം. അതുമാത്രമല്ല, അതിന് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഫോറൻസിക്സിൻ്റെ റിപ്പോർട്ടുകളൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഡോക്ടേഴ്സിൻ്റെ ഒക്കെ എല്ലാം കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട്, സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടാണെങ്കിലും മാത്രമേ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് കോടതിക്ക് ആരെങ്കിലും ശിക്ഷിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ ലൂപ്പ് ഹോൾ വരാതിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരാണ്. അതായത് നിയമപാലകരായിട്ടുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഗോവിന്ദച്ചാമി രക്ഷപ്പെടാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഡോക്ടറുടെ ഒരു റിപ്പോർട്ടിൻ്റെ ഒരു ഇതുകൊണ്ടാണ്, പിഴവ് കൊണ്ടാണ്. അങ്ങനെ പിഴവുകൾ വരാതിരിക്കാനായിട്ടാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഒരു പിഴവും വരാതെ. പിന്നെ ആ കൊലപാതകത്തിൽ എന്താണെന്ന് വെച്ചാൽ അങ്ങേറ്റം ലജ്ജാകരമായിട്ടും അത് അങ്ങേറ്റം പേടിപ്പെടുത്തുന്നൊരു കാര്യങ്ങളാണ്. കാരണം വീട്ടിനകത്ത് വരും കൊച്ചു കുട്ടികൾക്ക് സ്വസ്ഥതയോട് അവർക്ക് നല്ല രീതിയിൽ കളിച്ച് വളരാനുള്ളൊരു സാഹചര്യം ഇന്ന് ഇല്ലാതെ വന്നിരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട് സമൂഹത്തിൽ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കുടുംബങ്ങളിൽ ഈ മദ്യപന്മാരായ ആളുകളതിൻ്റെ പ്രശ്നങ്ങൾ, ആ പ്രശ്നത്തിൻ്റെ പേരിൽ അങ്ങനെയുള്ള, പിന്നെ ഇപ്പോൾ ഈ കഞ്ചാവ് വിളയും ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ട്. അതിനൊക്കെ ഇതൊക്കെ ഇൻവോൾവഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ രണ്ടുപേരും ജോലിക്ക് പോകണമെന്നല്ല, ജോലിക്ക് പോകണം എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ജോലിക്ക് പോകുമ്പോൾ അതോടൊപ്പം നമ്മുടെ കുട്ടികൾ എത്രത്തോളം സുരക്ഷിതരാണെന്ന് നമ്മൾ ബോധവാന്മാരായി. ആ ബോധവാന്മാരല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളും ഇതിനോട്ട്. പിന്നെ ചിലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ദമ്പതികളായിട്ടുള്ള ആളുകളിൽ ഈ കുടുംബാസ്വാരസ്യം വരുന്നത്, അതായത് പുതിയ ഇണയെ തേടുന്ന ചില പ്രവണതകളുണ്ട്, രഹസ്യമായിട്ടൊക്കെ. അതെല്ലാം വരുമ്പോൾ ചിലപ്പോൾ ഈ ചെറിയ കുട്ടികൾ ഒരു ബാധ്യതയായിട്ട് തോന്നുന്നവർ അത് എങ്ങനെയെങ്കിലും ആയിട്ട് അത് ഉപേക്ഷിച്ച് പോകാമെന്നുള്ള രീതിയിലുള്ള മെൻറ്റാലിറ്റി ഇരിക്കുന്നു. അതായത് കുടുംബപരമായിട്ട്, അതായത് സമൂഹത്തിൻ്റെ കേന്ദ്രബിന്ദുവായ കുടുംബം എങ്ങനെ പോകണമെന്ന് ഓരോ ദമ്പതികളും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അത് ചിന്തിക്കാറുണ്ടോ? ശരിക്കൊക്കെ ഇവർക്കൊക്കെ ഞാൻ പറയുന്നത് ശരിക്കൊക്കെ നല്ല രീതിയിലുള്ള കൗൺസിലിംഗ് കൊടുക്കേണ്ടതാണ്. ശരിക്കും കുടുംബ സംബന്ധമായിട്ട് പരസ്പരം യോജിച്ച് പോകാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുന്നതല്ല നല്ലത്. ശരി, തീർച്ചയായിട്ടും. ഇപ്പോൾ ചിലപ്പോൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന വിവാഹങ്ങളുണ്ടാകും. അതായത് പെൺകുട്ടിക്ക് തൃപ്തിയില്ലാത്ത ഒരാളെ, അതായത് പ്രായം, അതായത് 50 വയസ്സുള്ള ആളെ ഒരു 32 വയസ്സുള്ള സ്ത്രീജനത്തെ കെട്ടിച്ചാലുണ്ടാകുന്ന ഒരവസ്ഥ, അത് വളരെ പ്രശ്നങ്ങൾ തന്നെയാണ്. 50 വയസ്സുള്ളവരൊക്കെ ആ പ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ തന്നെ ചിലപ്പോൾ സ്ത്രീകൾക്ക്, ഇപ്പോൾ സ്ത്രീകളാണ് പ്രായം കുറഞ്ഞതായിട്ട് കാണുന്നത്, പക്ഷേ അതിപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നില്ലാത്തതിന് അവർക്കൊരു മാനസികമായിട്ടൊരു ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അത് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ വരാതിരിക്കാനും സമൂഹത്തിൽ ഇങ്ങനെ വിവാഹം നടത്തുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഈ അസാൻമാർഗ്യമാർഗികളായിട്ടുള്ള ആളുകൾക്ക് പെൺകുട്ടികളെ കല്യാണം അയച്ചു കൊടുക്കാൻ പാടില്ല. അതൊക്കെ ശരിക്കും നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളൊക്കെ എല്ലാവരും നോക്കേണ്ടതാണ്. വ്യക്തി പശ്ചാത്തലങ്ങളും കുടുംബ പശ്ചാത്തലങ്ങളും ഒക്കെ നോക്കേണ്ടതാണ്. ഒരു കുടുംബത്തിലേക്ക് അതായത് 2 കുടുംബങ്ങൾ യോജിക്കുന്നു. 2 പേരും 2 ഇടത്ത് 2 ചുറ്റുപാടിൽ ജീവിച്ചവരാണ്. പക്ഷെ 2 പേര് യോജിക്കാൻ കഴിയുന്നവരിലുള്ള അവരാണോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം. വിവാഹത്തിന് മുൻപേ തന്നെ സ്ത്രീജനത്തിനോട് അവളുടേതായ ആഗ്രഹങ്ങളും അവളുടേതായ ഇഷ്ടങ്ങളും ചോദിച്ചിട്ട് വേണ്ട ഒരു വിവാഹം പൂർത്തീകരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് വേണ്ടിയിരുന്നത്. ഇപ്പോഴത്തെ പുതിയ തലമുറ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ന്യൂ ജനറേഷൻ ഒരു പുതിയ വൈബാണ്. അവർ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വിവാഹത്തിന് മുൻപേ ജീവിക്കുന്നവരാണ്. അങ്ങനെയുണ്ട്, ലിവിങ് ടുഗദറൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അത് അങ്ങനെയുള്ളത്, അതും ഒരു വലിയ ദോഷങ്ങളുണ്ട്. കാരണം ലിവിങ് ടുഗദർ ആയി കഴിഞ്ഞാൽ 2 പേരും 2 വഴിക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ തോന്നുകയാണ് 2 പേരും 2 വഴിക്ക് പോകാന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളെ പിടിക്കുകയാണ് ആള്. അപ്പോൾ അടുത്ത ആളെ പിടിക്കുന്ന അടുത്ത ആളുകളോടും ഇവർക്കുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെ.
അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. കുടുംബം എന്താണെന്നുള്ളൊരു നല്ല ഒരു സാമൂഹ്യ വീക്ഷണം ശരിക്കും ഒരു സ്ത്രീയെ മാത്രമല്ല പുരുഷനോടും പറയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? അതെ, പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുടുംബമാണെങ്കിൽ പിന്നെ ആ രീതിയിലുള്ള കുടുംബമായിട്ടുണ്ടെങ്കിൽ പല ഉത്തരവാദിത്തങ്ങളുണ്ട്. അതൊക്കെ എല്ലാവരും വിവാഹത്തിന് മുമ്പ് തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു കൊലപാതകത്തെ കുറിച്ച് വ്യക്തമായിട്ട് പറയാനുള്ള കാര്യം എന്താണ്? അതായത് കുഞ്ഞിനെ പെറ്റിട്ടാൽ മാത്രം പോരാ. അതെ, കുഞ്ഞിന് വെറുതെ ഞാൻ അമ്മയാണ്, ഞാൻ 10 മാസം ചുമന്നാണ്, അങ്ങനെയുള്ളത് മാത്രം കൊണ്ട് അതൊരു അമ്മയാകുമെന്ന് ഞാൻ വിചാരിക്കണില്ല. പ്രസവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മൃഗങ്ങളും പ്രസവിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വിവേചനപരമായൊരു ബുദ്ധികളുണ്ടല്ലോ മനുഷ്യർക്ക്. ആ വിവേചന ബുദ്ധിയായിട്ട് കൊച്ചു കുട്ടികളെ സംരക്ഷിക്കേണ്ടതും മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ട് മാതാപിതാക്കൾക്ക്. അതൊരു പ്രായം വരെ, ഏറ്റവും കുറഞ്ഞതൊരു 10-15 വയസ്സ് വരെയെങ്കിലൊക്കെ അവർക്ക് തിരിച്ചറിയാം, മറ്റേ തെറ്റും ശരിയും തിരിച്ചറിയും. അല്ലെങ്കിൽ നമ്മുടെ കാരണന്മാരുമായി നെല്ലും പതിരും തിരിച്ചറിയുന്ന ഒരു സമയം വരെ അവരെയൊക്കെ സംരക്ഷിക്കുകയും വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകേണ്ടതൊക്കെ ആവശ്യമാണ്. രക്ഷിതാക്കൾ തന്നെ നൽകേണ്ടത്. ഈ ഭർത്താവിന്റെ കുറ്റക്കുറവുകൾ കണ്ടെത്തി, അവരുടെ കുടുംബത്തിന്റെ കുറ്റക്കുറവുകൾ കണ്ടെത്തിയാണ് ഈ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കൊന്നത് എന്നാണ് ഈ ഒരു സ്ത്രീജനം സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീജനത്തിനും മരണപ്പെടാമായിരുന്നില്ലേ? കുഞ്ഞിനെ മാത്രം എന്തിനാണ് കൊന്നത്? അല്ല, ആ സ്ത്രീ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ കുടുംബത്തിൽ ചിലപ്പോൾ നിത്യവും മദ്യപിച്ച് വന്ന് ഭർത്താവ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, മറ്റു കാര്യങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ ഭർത്താവിൽ നിന്ന് വേണ്ടത്ര സ്നേഹവും പരിഗണനയും കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ ഈ ഭർത്താവ് അറിയാതെയും മറ്റും പല രഹസ്യമായിട്ടുള്ള വീഴ്ചകളുണ്ടാകാം. അതിൻ്റെ പേരിൽ ചിലപ്പോൾ കുട്ടികൾ ഭാവിയിലൊരു ബാധ്യതയായി തീരുമെന്ന് കരുതിയിട്ടും ചിലർ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.